അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ക്രെഡിറ്റിന് വേണ്ടി ഓടിപ്പായുകയാണ്. ആർക്കാണ് ക്രെഡിറ്റ് വേണ്ടത്? ദയവ് ചെയ്തിട്ട് സുൽത്താനുൽ ഉലമ കാന്തപുരം എ.പി. ഉസ്താദിന് ഒരു ക്രെഡിറ്റും ആവശ്യമില്ല. അദ്ദേഹം ക്രെഡിറ്റിന് വേണ്ടി ഒന്നും ചെയ്യാറുമില്ല. അദ്ദേഹം SSFൻ്റെ നേതാവാണ്, SYSൻ്റെ നേതാവാണ്, മുസ്ലിം ജമാഅത്തിൻ്റെ നേതാവാണ്, സുന്നത്തി ജമാഅത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം ചെയ്ത സേവനങ്ങൾക്കൊന്നും ക്രെഡിറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ നാട്ടിലെ സനാതന പ്രക്രിയക്ക് ആക്കം കൂട്ടുക, ജാതിമത ഭേദമന്യേ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഇന്ന് വരെ അങ്ങനെയാണ്. പക്ഷേ നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കാന്തപുരം ഫോബിയ പിടിപെട്ടവർക്ക് കാന്തപുരം ഉസ്താദ് വല്ലാത്തൊരു തലവേദന തന്നെയാണ്. ഉസ്താദിന് ക്രെഡിറ്റിന് ആവശ്യമില്ല. ക്രെഡിറ്റ് വേണ്ടവരൊക്കെ എടുത്തോളൂ. ആർക്കൊക്കെ വേണോ അവരൊക്കെ എടുത്തോളൂ ക്രെഡിറ്റ്. ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എടുത്തോളൂ. ഇവിടെ ക്രെഡിറ്റ് അല്ല ആവശ്യം. നിമിഷപ്രിയ എന്ന സഹോദരി ചെയ്ത ക്രൂരതക്ക്, അത് ക്രൂരതയാവട്ടെ അല്ലാതാവട്ടെ, അതൊന്നും നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കഴിഞ്ഞ 16-ാം തീയതി ലോകത്തിൽ നിന്ന് വിട പറയേണ്ട, നാമാവിശേഷമാകേണ്ട ആ പെണ്ണ് ഇന്ന് ജയിലിൽ ജീവിക്കുന്നത് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ ഹബീബ് ഉമർ എന്ന മഹാനോർക്കുള്ള ബന്ധം തന്നെയാണ്. ആ ഫോൺ കോളാണ് ഇന്ന് അദ്ദേഹം അവൾ ജീവിച്ചിരിക്കുന്നത്. അതല്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഈ ചർച്ച ചെയ്യാനൊന്നും അവസരം ഉണ്ടാവുമായിരുന്നില്ല. കാരണം 16-ാം തീയതി അത് പോയിരുന്നു, ക്ലോസ് ആവുമായിരുന്നു. ഇന്ന് 19-ാം തീയതി 20-ാം തീയതി ആയിട്ടും അദ്ദേഹം നിലനിൽക്കുന്നത്, വെള്ളിയാഴ്ചയായിട്ടും ഇന്ന് ഇവിടെ 18-ാം തീയതി ആയിട്ടും നിലനിൽക്കുന്നത്. 16-ാം തീയതി പോകേണ്ടവൾ ഇന്ന് 2 ദിവസമായി ഇന്നിവിടെ ഉണ്ട്, ജയിലിലുണ്ട് യമനിൽ. കാരണം ഉസ്താദിൻ്റെ ഇടപെടലാണ്. അതിനി ക്രെഡിറ്റിന് ആവശ്യമായിട്ട് ആരും വിഷമിക്കേണ്ടതില്ല. ക്രെഡിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. കാരണം എന്നാലും ആയിക്കോട്ടെ. ഇസ്ലാമിൽ ഇങ്ങനൊരു വകുപ്പുണ്ട്, കൊലക്ക് കൊല തന്നെ, അത് സംശയമൊന്നുമില്ല. പക്ഷെ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നിരിക്കൽ പൊരുത്തപ്പെട്ട് കൊടുക്കാം കുടുംബങ്ങൾക്ക്, അതല്ലെങ്കിൽ അവർക്ക് ദയാമണി മേടിച്ചിട്ട്, ബ്ലഡ് മണി മേടിച്ചിട്ട് മാഫ് ചെയ്ത് കൊടുക്കാം. ഈ 2 ഓപ്ഷൻ ഇസ്ലാമിലുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവിടെ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുകയും ആ നിയമം ആ കുടുംബത്തോട് ഇന്ന് വരെ, ആ കുടുംബവുമായി യാതൊരു ബന്ധവും ഒരു ആക്ഷൻ കൗൺസിലിനോ ഒരു ഗവൺമെൻറ്റിനോ ആർക്കും ബന്ധമില്ലാത്ത ആ ഒരവസരം ഉപയോഗപ്പെടുത്തി ആ കുടുംബങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായി. കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ് ആയാലും ലോകത്ത് ആർക്കായാലും ഇതിൽ ഇടപെടാൻ ഒരു വകുപ്പുമില്ല. അതിന് ആ കുടുംബം മാത്രം ബന്ധപ്പെടണം. ആ കുടുംബം വിചാരിച്ചാലേ നിമിഷപ്രിയ ജയിക്കോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. കുടുംബത്തിൻ്റെ ഭാഗത്താണ് പ്രശ്നം കിടക്കുന്നത്, അല്ലാതെ രാജ്യത്തിൻ്റെ പ്രശ്നമല്ല അത്. അപ്പം അതുകൊണ്ട് തന്നെ ആ കുടുംബവുമായി ബന്ധപ്പെടാൻ പറ്റിയ വ്യക്തികളുമായി ഉസ്താദ് ഇടപെടുകയും ആ വിഷയം അവിടെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർ തീരുമാനിക്കുകയാണ് ബ്ലഡ് മണി മേടിച്ചിട്ട് മാപ്പ് കൊടുക്കാമെങ്കിൽ അവൾ രക്ഷപ്പെടും. അതല്ല വേണ്ട, ഞങ്ങൾക്ക് കൊല തന്നെ വേണം, കൊല്ലും. പക്ഷെ ഇന്ന് അവൾ ജീവിക്കുന്നത്, ആ നിമിഷപ്രിയ ജീവിക്കുന്നത് ഉസ്താദിൻ്റെ ആ ഇടപെടൽ കൊണ്ടാണ്. ഈ കുടുംബവുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടായതും ഉസ്താദിൻ്റെ ബന്ധം കൊണ്ടാണ്. അത് ക്രെഡിറ്റിന് വേണ്ടിയിട്ടല്ല. ഉസ്താദ് ചെയ്യുന്ന സേവനങ്ങളൊന്നും ക്രെഡിറ്റിന് വേണ്ടി ചെയ്യാറുമില്ല. നാളെ ആഖിറത്തിൽ ഗുണം കിട്ടാൻ, ഈ സമുദായത്തിൻ്റെ സനാതന പ്രക്രിയക്ക് ആക്കം കൂട്ടാൻ, മാനവികത ഉയർത്തിപ്പിടിക്കാൻ ഉസ്താദ് ചെയ്യുന്ന സേവനം കാണുമ്പോൾ കാന്തപുരം ഫോബിയ, ഇസ്ലാമോഫോബിയ ഉള്ളതുപോലെ കാന്തപുരം ഫോബിയ പിടിപെട്ടവർക്ക് എന്തോ ഒരു അസ്വസ്ഥത അതുണ്ടാകും. കാരണം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉൽപ്പതിഷ്ണുക്കൾക്കും എല്ലാവർക്കും, ജനാധിപത്യ വിരോധികൾക്കൊക്കെ ഉസ്താദ് എന്ന് കേൾക്കുമ്പോഴേക്ക് തല ചുറ്റും, താങ്ങാൻ കഴിയില്ല. അത് താങ്ങാത്ത അവരുടെ അസുഖമാണ്. ആ അസുഖത്തിന് മരുന്ന് ഇന്ന് ഇല്ല. അവരങ്ങനെ മൂത്തൂബി ഓയിലിക്കും, ദേഷ്യം പിടിച്ചാണ്ട് പോയി ചത്താളി എന്ന് പറയുന്ന പോലെ
നിങ്ങൾക്ക് വേറെ മരുന്നില്ല. അവൾ രക്ഷപ്പെടട്ടെ രക്ഷപ്പെടാതിരിക്കട്ടെ, ഉസ്താദ് ചെയ്യേണ്ട സേവനം ചെയ്തു. അത് മനസ്സിലാക്കാൻ ബുദ്ധി ഉള്ള ആളുകൾക്കൊക്കെ കഴിയും. ബുദ്ധിയില്ലാത്ത മരമണ്ടൂസന്മാർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ പേരിൽ ആരും കുഴപ്പമുണ്ടാക്കണ്ട. കാരണം അത് അവരെ അസുഖമാണ്. ആ അസുഖം പിടിപെട്ടവർക്ക് മാറണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. എന്താണല്ല, അസുഖം പിടിപെട്ടവർ മാറണമെങ്കിൽ ഒന്നിരിക്കൽ അവർക്ക് നല്ല ബുദ്ധി വരണം. അതല്ലെങ്കിൽ അവരങ്ങ് മരിച്ചു പോകണം. അത്രേ അതിനുള്ള വഴിയുള്ളൂ. അതുകൊണ്ട് അതിനൊന്നും മറുപടി പറയാനും അതിനൊന്നും കൊച്ചം വിളിയും കൂട്ടാനും നമ്മളാരും മെനക്കെടേണ്ടതില്ല. അള്ളാഹു തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.